ശ്രീനാഥ് സുന്ദരൻ, സുമുഖൻ, നല്ല ആർട്ടിസ്റ്റ്. പക്ഷെ എന്ത് ചെയ്യാം, അകാലമത്തി ഭരിച്ചു എന്ന് പറയാം. ശ്രീനാഥ് കോതമംഗലത്തെ ഒരു ഇൻ്റർനാഷണൽ ഹോട്ടലിലാണ് അദ്ദേഹം മരിച്ചത്. ഹോട്ടൽ മരിയ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ 2010 ഏപ്രിൽ 23 അദ്ദേഹം മരിച്ചത്. ആ പടത്തിൽ ലാലേട്ടൻ ഉണ്ടായിരുന്നു, ലാലു അലക്സ് ഉണ്ടായിരുന്നു. ചിലർ പറയണത് എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മരണം ആത്മഹത്യയാണെന്ന് പറയുന്നുണ്ട്. അതിന് കാരണം പറയണത് ഇതിലൊരു നല്ലൊരു ക്യാരക്ടറാണ് ശ്രീനാഥിന് വെച്ചിട്ടുണ്ടാകുന്നത്. അത് നമ്മുടെ ലാലു അലക്സ് നടത്തുന്ന ചായക്കട. അപ്പോൾ ആ കഥാപാത്രം മാറ്റിയപ്പോൾ മൂപ്പർക്ക് ഭയങ്കര വിഷമമായി. അതിൽ ചെറിയൊരു ഭാഗം വേറെ റോളുള്ളൂ, അത് കൊടുത്തോടെ മൂപ്പർക്ക് ഭയങ്കര വിഷമമായിട്ട് മൂപ്പര് ആത്മഹത്യ ചെയ്താന്ന് പറയണത്. പക്ഷെ അതിപ്പോഴും ദുരൂഹമായിട്ട് തന്നെ തുടരണം. അപ്പോൾ ശരിക്ക് നമ്മുടെ ശ്രീനാഥിൻ്റെ ജനന സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ മടത്തുംപിടിയിലാണ്. ബാലകൃഷ്ണൻ കലാദേവി ആണ് അമ്മയുടെ പേര്, ബാലകൃഷ്ണൻ അച്ഛൻ്റെ പേര്. 1956 ഓഗസ്റ്റ് 26 ഈ സുന്ദരനും സുമുഖനും അയാൾ ജനിച്ചത്. അങ്ങനെ ആദ്യ സിനിമ തൃശ്ശൂർക്കാരൻ്റെ സിനിമയിലാണ് മൂപ്പര് ആദ്യം അഭിനയിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ അമ്പിളി എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറുണ്ട്, നല്ല നല്ല പടങ്ങളെടുത്ത ആളാണ്. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞ പടത്തിലാണ് ആദ്യം ഹരിശ്രീ കുറിച്ചത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. 40ഓളം സിനിമകൾ, സീരിയലുകൾ വേറെ, അതുപോലെ തന്നെ തമിഴ് സിനിമ. 1984 നമ്മുടെ ശാന്തി കൃഷ്ണയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചത്. അങ്ങനെ പിന്നെ അത് ആ ബന്ധം അധികം നാൾ നീണ്ടു നിന്നില്ല. പെട്ടെന്ന് തന്നെ അത് ഡൈവോഴ്സായി. അതിൻ്റെ കാരണത്തിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഡൈവോഴ്സുകൾ കുറേ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലത എന്ന് പറഞ്ഞുള്ളൊരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു. ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിൽ ഒരു മകനുണ്ട്. അങ്ങനെ ഇങ്ങനെ പിന്നെ സിനിമ കുറച്ച് കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സീരിയലിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് മൂപ്പര് ശിവസേനയുടെ ലോകസഭയിലേക്ക് മൂപ്പര് മത്സരിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥിയായിട്ട്. ജയിച്ചില്ല, തോറ്റുപോയി. ഇങ്ങനെ മരിച്ചപ്പോൾ ശിവസേന നേതാവാണ് ഈ അന്വേഷണം നടത്തണം, ഇത് ദുരൂഹമാണ്, ഇദ്ദേഹത്തിന് ആരോ കൊന്നതാണ്, കൊലപാതകമാണ് ഈ കേസ് എന്ന് പറഞ്ഞിട്ട് ഭാര്യയും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശിവസേന നേതാവും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തു പറയാനാ, ആ കേസൊന്നും എവിടെ എത്തിയില്ല, അന്വേഷണം എവിടെ എത്തിയില്ല. മരിച്ചവരും മരിച്ചു. അതിൻ്റെ പിന്നാലെ ആരും നടന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് വീണ്ടും തെളിയിക്കാനായിട്ടുള്ളൊരു മരണം കൂടിയാണ് ശ്രീനാഥിൻ്റെ. അപ്പോൾ ഭാര്യ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതിന് ഒരുപാട് കാരണങ്ങൾ നിരത്തുന്നുണ്ട്. അവരിപ്പോൾ നല്ലൊരു ജീവിതമാണ്, ഇഷ്ടംപോലെ സീരിയലുണ്ട്, നല്ല സാമ്പത്തികം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ അന്ന് അവിടെ ഹോട്ടലിൽ വന്നിട്ടും ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ, ഞങ്ങൾ അത്രയും നല്ല സ്നേഹത്തിലാണ് ജീവിച്ചു. പിന്നെ ആളെന്തിന് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോഴത്തെ ഭാര്യ ചോദിക്കുന്നത്. ശരിക്കും നമ്മുടെ ശാന്തികൃഷ്ണയ്ക്ക് വലിയൊരു നഷ്ടമാണ് ശ്രീനാഥിൻ്റെ ഡൈവോഴ്സ്. അതിനന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് കണ്ടമാനം മദ്യപിക്കുമായിരുന്നു. അതുപോലെ 2 പേരും ആർട്ടിസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ ജീവിതം എന്ന് പറയുന്നതിൽ ഒന്നുമില്ല. അതവിടെ മനോജ് കെ ജയനും ഉർവശി തെളിയിച്ച കാര്യമാണ്. ഒരാൾ മദ്രാസിലെ ഷൂട്ടിംഗ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ആൾ കണ്ണൂർ പോയി കഴിഞ്ഞാൽ മറ്റേ ആൾ കാസർഗോഡ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ അവരെ ജീവിത ലൈഫ് ഇവർ കണ്ടുമുട്ടുന്നത് വളരെ കുറവ് സമയങ്ങളുണ്ട്. അങ്ങനെ നടനും അതുപോലെ തന്നെ സിനിമാ നടനായി കഴിഞ്ഞാൽ ആ ജീവിതം കുറച്ച് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ശ്രീനാഥ് വളരെ ഒരു പാവം മനുഷ്യനാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തലക്കനില്ല, അഹങ്കാരമില്ല, കുശുമ്പില്ല. എന്തിന് ഇയാൾ ആത്മഹത്യ ചെയ്തു? ഒരു റോള് മാറിക്കൊണ്ടൊന്നും മൂപ്പര് ആത്മഹത്യ ചെയ്യില്ല. എന്തായാലും ഇപ്പോഴത് ദുരൂഹമായിട്ട് തുടരുന്നു. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നടനായിരുന്നു ശ്രീനാഥ്.